ചായ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ലിവർ കംപ്ലൈന്റ് ആയി പോകുന്നു. പല തരത്തിലുള്ള അസുഖങ്ങൾക്കും കുടലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ ഒറ്റ പ്രൊഡക്റ്റോ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ കെമിക്കൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ മതി. വളരെ സന്തോഷമുണ്ട്. 16 വർഷത്തോളമായിട്ട് ആരോഗ്യ രംഗത്താണ് ഉള്ളത്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ കോഴ്സ് മിംസ് ഹോസ്പിറ്റലിൽ കാലിക്കറ്റ് നിന്നാണ് പഠിച്ചത്. അതിനു മുമ്പ് തന്നെ നമ്മൾ ചൈനീസ് മെഡിസിൻ, അതേപോലെ തന്നെ അറേബ്യൻ ട്രീറ്റ്മെന്റുകളും ചൈനീസ്, ജപ്പാൻ, കൊറിയ പോലുള്ള രാജ്യങ്ങളിലെ ട്രീറ്റ്മെന്റ് ഒക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ മനുഷ്യാവകാശ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇതിലൊരു ചാരിറ്റി ട്രസ്റ്റ് അംഗങ്ങളാണ്. അംഗത്തിൽപ്പെട്ട 7 അംഗത്തിൽപ്പെട്ട വ്യക്തി. അതേപോലെ തന്നെ സാന്ത്വനം എന്നൊരു കൂട്ടായ്മ ഉണ്ട്. അരക്ക് താഴെ തളർന്നിട്ടുള്ള ഒരുപാട് രോഗികൾ, 100-400ഓളം രോഗികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന സമയങ്ങളിൽ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാറുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെന്റ് ഒരുപാട് ചുരുക്കിയിട്ട് കുറച്ച് സമയം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നമ്മൾ മൈലൈഫിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. എന്നെ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തി തന്നത് നിങ്ങൾക്ക് എവർക്കും അറിയുന്ന മുഹമ്മദ് അഷ്റഫ് കാടാമ്പുഴ, അദ്ദേഹമാണ്. ഞങ്ങൾ ആരോഗ്യരംഗത്ത് പഠിക്കുന്ന കാലത്തുള്ള പരിചയമാണ്. 16 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ബന്ധങ്ങളാണ്. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മുടെ കമ്പനി സ്പെയർലീന എന്നൊരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ സ്പെയർലീന ഞങ്ങൾ 2010 മധുരയിൽ നടന്നൊരു വേൾഡ് കോൺഫറൻസിൽ പങ്കെടുത്ത സമയത്ത് അവിടെ സ്പെയർലീനെ കുറിച്ച് പരിചയപ്പെടാൻ ഇടയായി. അത് വേറൊന്നുമല്ല, ആയുർബയോടെക് എന്ന കമ്പനി ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഒരു 3-4 പ്രൊഡക്റ്റുകളാണ് അവർ ഇറക്കുന്നത്. അതിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരുന്ന പ്രൊഡക്റ്റാണ് സ്പെയർലീന. അപ്പൊ 1-2 ബോട്ടിൽ അവിടുന്ന് മേടിക്കുകയും അത് നമ്മൾ ഉപയോഗിക്കുകയും കുഴപ്പമില്ല എന്ന് തോന്നിയ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മൾ അത് ഡസൺ കണക്കിലാണ് മേടിക്കാറ്. 2 ഡസൺ അല്ലെങ്കിൽ 1 ഡസൺ 3 ഡസൺ അങ്ങനെയൊക്കെ മേടിക്കാറ്. അപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിനൊക്കെ ഒരുപാട് കൊടുത്ത് നല്ല റിസൾട്ട്, ഫാമിലിയിൽ കൊടുത്തിട്ടുള്ള റിസൾട്ട് കുഴപ്പമില്ലെന്ന് തോന്നി. അപ്പോഴാണ് ആ സമയത്താണ്, അത് 2-3 വർഷത്തോളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, 3-4 വർഷമൊക്കെ, എല്ലാവർക്കും കൂടുതലുണ്ട് തോന്നുന്നു. അപ്പൊ അന്ന് എന്റെ ബാക്കിൽ നിൽക്കുന്ന നമ്മൾ മൈലൈഫിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അന്ന് സ്പെയർലീന പോലുള്ള പ്രൊഡക്റ്റുകളായിരുന്നു ഇവിടെ ബാക്കിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്നും ഇതിലേക്കുള്ള ഒരു ചേഞ്ചിങ് നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെട്ടതിന് ശേഷമാണ്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു 4-5 ക്യാപ്സൂൾ കഴിക്കുന്നതിന് പകരം നമ്മൾ ഒരെണ്ണം കഴിച്ചാൽ മതി. അത്രയും ക്വാളിറ്റിയാണ് നമ്മളെ സ്പെയർലീന ഗോൾഡിന്. അത് കൊടുത്തിട്ട് തന്നെ ഒരുപാട് റിസൾട്ടുകൾ കിട്ടിയതാണ്. എന്നാൽ പിന്നെ ഇതുകൊണ്ട് ഒരുപാട് സത്വത്തിനെ കുറിച്ച് ഞാൻ നമ്മളെ അഷ്റഫ് സാറൊക്കെ ഒരുപാട് റിസർച്ച് നടത്തി, ഒരുപാട് പഠനങ്ങൾ നടത്തിയപ്പോൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടുകളാണ് അതിനുള്ള കണ്ടന്റുകൾ. നമ്മുടെ ബ്ലഡിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം, അയൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഒരുപാട് കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഒരു ഉത്തമ ഒരു സ്പൈസസ് ഫുഡ് ആണിത്. അപ്പൊ നമ്മൾ നെറ്റിലൊക്കെ എവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും സ്പെർലിനെ കുറിച്ച് ഒരുപാട് കമ്പനികളൊക്കെ വരുന്നതാണ്. പക്ഷെ അതൊക്കെ ഒന്ന് ക്വാളിറ്റി ഉള്ളതാണ് നമ്മളെ സ്പെർലിന ഗോൾഡ്. അപ്പൊ ആ ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക്, ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാനൊരു കാരണമായത്. എന്നാൽ പിന്നെ അതിൽ ഒരുപാട് നല്ല നല്ല റിസൾട്ടുകൾ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ ഇന്ന് പറയാൻ പോകുന്നത്, നമ്മുടെ ഓൾറെഡി നമ്മൾ മൈലൈഫ് പ്രവർത്തിക്കുന്നു, പക്ഷെ ഇത് ആരോഗ്യം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും അസുഖം വരാന് ഒരു പ്രധാന കാരണമുണ്ട്, അവരുടെ മനസ്സ്. ഈ മനസ്സും രോഗവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. മനസ്സിന് നല്ലൊരു പങ്കുണ്ട് മനുഷ്യന് രോഗം വന്നതിൽ. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികളും. അപ്പൊ വെച്ചാല് ഒരു പ്രൊഫസർ ലൂയിസ് എൽ ഹേ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫസർ ഉണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, ഹീൽ യുവർ ബോഡി. ഹീൽ യുവർ ബോഡിയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നു, ഒരുപാട് രോഗികളുമായിട്ടും ഒരുപാട് വ്യക്തിത്വങ്ങളുമായിട്ട് നമ്മൾ ഇടപഴകുന്നുണ്ട്. അപ്പൊ നമ്മളെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ആണ് നമുക്ക് നമ്മളെ കമ്പനി നല്ല നല്ല ക്വാളിറ്റി, യാതൊരുവിധ കോംപ്രമൈസും ചെയ്യപ്പെടാത്ത നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലല്ലോ. അത് നമുക്കും ഉപയോഗിച്ചവർക്കൊക്കെ ബോധ്യപ്പെട്ടതാണ്. ഈ പ്രൊഡക്റ്റൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഈ വ്യക്തികളുടെ ചില സ്വഭാവങ്ങൾ, ശാരീരികമായി ബന്ധപ്പെട്ടതൊക്കെ നമുക്ക് ഒന്ന് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നന്നാവും.
എന്നാൽ പിന്നെ നമ്മൾ ചിന്തിക്കണം, ഒരാൾക്ക് അസുഖം വന്നു എന്നതിന് ഈ പറഞ്ഞതാണ് മെയിൻ കാരണം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്താ വെച്ചാൽ അസുഖങ്ങൾ വരാൻ പല കാരണങ്ങളുണ്ട്. ഭക്ഷണ രീതികളുണ്ട്, സ്വഭാവ രീതികളുണ്ട്, അവരുടെ സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില രോഗങ്ങളുണ്ട്, ജനിതക ഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എല്ലാം നമ്മൾ ഇതാണെന്ന് ധരിക്കാനും പാടില്ല. ഇതൊരു മനഃശാസ്ത്ര കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളാണത്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് പറയുന്നത് അസുഖങ്ങളെ കുറിച്ച് പറയുന്നത് രോഗങ്ങളെ 3ആയിട്ട് തരംതിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് ശാരീരിക രോഗങ്ങൾ, രണ്ടത് മാനസിക രോഗങ്ങൾ. ഇതൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലെ? ശാരീരിക രോഗങ്ങൾ, ശാരീരികമായി പറഞ്ഞല്ലോ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. രണ്ടാമത് വരുന്നത് മാനസിക രോഗങ്ങൾ, അത് മനസ്സുമായി ബന്ധപ്പെട്ട് മനസ്സിന് വരുന്ന രോഗങ്ങളാണ്. അതേപോലെ തന്നെ മനോജന്യമായിട്ടുള്ള രോഗങ്ങളുണ്ട്. അപ്പൊ നമുക്കറിയാം, ഒട്ടുമിക്ക രോഗങ്ങളും നമ്മൾ പരിപൂർണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നുമില്ല. കഴിഞ്ഞ കൊറോണ സമയങ്ങളിൽ 2-3 വർഷം മുമ്പ്, 3-4 വർഷം മുമ്പ് ലോകത്തിൽ പിടിപെട്ടിട്ടുള്ള മഹാമാരിയായിരുന്നു കൊറോണ. ഈ കൊറോണ രോഗം വന്ന സമയത്ത് ഹോസ്പിറ്റലുകൾ കൊറോണ ബാധിച്ചവർ ചെന്ന സമയത്ത് അവിടെ സാധാ നോർമലി അസുഖങ്ങൾ വരുന്ന ആളുകൾ, അതേപോലെ കണ്ടിന്യൂ ഡോക്ടർമാരെ കണ്ടിരുന്ന രോഗികൾ, അവരുടെ എണ്ണം താരതമ്യേന ഗണ്യേന കുറഞ്ഞു എന്ന് പറഞ്ഞത് മാത്രമല്ല, ഹോസ്പിറ്റലിൽ രോഗികളെ ഇല്ലാണ്ടായി. വെറും കൊറോണയുമായി ബന്ധപ്പെട്ടുള്ള രോഗികൾ മാത്രം. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കുക, ആ സമയത്ത് അതിനു മുമ്പ് രോഗം ഉണ്ടായിരുന്ന ആളുകൾക്ക് അതിൽ നിന്നും പിന്മാറി, അവര് മനസ്സിനെ വേറെ രീതിയിലോട്ട് ചിന്തിക്കാൻ തയ്യാറായി. എന്തുകൊണ്ട്? അപ്പൊ അന്ന് രോഗങ്ങൾ വളരെ ഗണ്യേന കുറഞ്ഞു. കാരണം എന്താണ്? അത് ഒട്ടുമിക്ക ആളും 75-80% മാനസികമായി ബന്ധപ്പെട്ട മനസ്സിനെ ബാധിച്ചിട്ടുള്ള രോഗങ്ങൾ. എനിക്കൊരു അസുഖം ഉണ്ടോ എന്നൊരു തോന്നല്, ചികിത്സിച്ച് മാറിക്കഴിഞ്ഞാലും ഇല്ല, മാറിയിട്ടില്ല എന്നൊരു തോന്നല്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നമുക്ക് ഒരു 75-80% നമുക്ക് പ്രൊഡക്റ്റിലൂടെ നമുക്ക് റിസൾട്ട് കിട്ടും. ആക്ച്വലി അത് യാഥാർത്ഥ്യ രോഗങ്ങളാണെങ്കിൽ. അപ്പൊ ശരീരത്തിലെ ബാധിച്ച രോഗങ്ങളാണ് അതിൽ മാറുന്നത്. മനസ്സിനെ ബാധിച്ച രോഗങ്ങൾ ഒരു ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട്, സൈക്കാട്രിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ സൈക്കോളജിസ്റ്റുമായി ബന്ധപ്പെട്ട് കൗൺസിലിങ്ങും ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന രോഗങ്ങളാണ്. അപ്പൊ എന്താ വെച്ചാല് നമ്മൾ മനസ്സിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് ഞാനൊരു രോഗിയാണോ അല്ലെങ്കിൽ എനിക്കൊരു അസുഖം ഉണ്ടോ എന്ന് ആ വ്യക്തി തീരുമാനിക്കണം. അപ്പൊ അവർക്ക് അസുഖം ശരീരത്തിനല്ല, മനസ്സിനാണ് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള രോഗങ്ങൾ ചേഞ്ച് ആയിട്ട് വരാം. അവരിടക്ക് പറയും എനിക്ക് തലവേദന ഉണ്ട്, ഇടയ്ക്ക് പറയും കഴുത്ത് വേദന ഉണ്ട്, ഊരവേദന ഉണ്ട്, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കേൾവിക്കാരെ ഒരു കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ, ബൈസ്റ്റാൻഡേഴ്സിനെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ അവര് പാട്ടങ്ങനെ മാറിപ്പോവാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു കാരണങ്ങൾ ഉണ്ടാവാം. നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് ജനിതകവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യത്തിൽ പെട്ടെന്ന് വരുന്നുണ്ടാക്കുന്ന ഷോക്കുകൾ, അതുപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള നമ്മളെ സാധാ നിത്യ ശൈലിയുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ, ചില അവരുടെ ജീവിതത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ, അതൊക്കെ പലതരത്തിലെ രോഗങ്ങൾക്ക് വഴി തെളിയിക്കാം. എന്നാൽ പിന്നെ നല്ലൊരു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് വേണ്ട ഒരുപാട് കുറച്ച് ഗുണങ്ങളുണ്ട്. അത് ഞാൻ ഇവിടെ ഒന്ന് പറയാം. ഒന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല സംശുദ്ധമായിട്ടുള്ള ഭക്ഷണം അല്ലെ? നല്ല ഭക്ഷണം കിട്ടുകയാണെങ്കിൽ ഒരു വ്യക്തിയിൽ ഒരുപാട് എന്താക്കും, വളരെ നല്ലൊരു സന്തോഷം ഉണ്ടാക്കും അല്ലെ? ഭക്ഷണം, അതേപോലെ തന്നെ വസ്ത്രമാണ് നമുക്ക് നല്ലൊരു ആരോഗ്യത്തോടു കൂടി, നല്ലൊരു പരിപൂർണ്ണ ഒരു മനസ്സോടുകൂടി ജീവിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം, അതേപോലെ തന്നെ വസ്ത്രം വേണം, അതേപോലെ തന്നെ പാർപ്പിടം വേണം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചല്ലേ, നമുക്ക് ആരോഗ്യം വേണം, ഭക്ഷണം വേണം, അതേപോലെ തന്നെ പാർപ്പിടം വേണം. എന്നാൽ അതിന്റെ കൂടെ തന്നെ പണം കൂടി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാവും അല്ലെ? പണവും വേണം, അതേപോലെ തന്നെ വിശ്രമം വേണം, അതുപോലെ തന്നെ നല്ല സ്നേഹം കൊടുക്കാനുള്ള ഒരു മനസ്സ്. സ്നേഹം ഇതൊക്കെ ഏകദേശമൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ നമുക്ക് ഇതൊക്കെ വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ സുരക്ഷിതത്വം, നമ്മൾ ജീവിക്കുന്നതിൽ നമുക്കൊരു സുരക്ഷിതത്വം കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വളരെ ധന്യമാവും. അതേപോലെ തന്നെ സ്നേഹം കൊടുക്കുക, വാങ്ങുക എന്ന് പറഞ്ഞു. സ്നേഹിക്കപ്പെടല്, നമ്മൾ സ്നേഹം കൊടുക്കല് മാത്രമല്ല, നമ്മുടെ ഇങ്ങോട്ട് സ്നേഹിക്കപ്പെടുക, അതും കൂടി നമ്മൾ ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നതാണ്. പിന്നെ നല്ലതായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, നല്ല ഫ്രണ്ട്ഷിപ്പുകളാണ് നല്ല ഒരു വ്യക്തിയിൽ നല്ലൊരു സ്വഭാവം ഉണ്ടാക്കുന്നതും. ചീത്ത സ്വഭാവം ഫ്രണ്ട്ഷിപ്പുകളിൽ നിന്നാണ് കൂടുതലും നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ അംഗീകാരം, നമുക്ക്
നമ്മൾ ചെയ്യുന്ന സേവനത്തിനുള്ള അംഗീകാരം, അതല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം, ചെയ്യുന്ന പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന അംഗീകാരമൊക്കെ ആ ഒരു വ്യക്തിയെ നല്ലൊരു വ്യക്തിത്വമായിട്ട് മാറ്റി മറിക്കാറുണ്ട്. അതേപോലെ തന്നെ അഭിമാനത്തിന് ഇതിൽ വലിയൊരു പങ്കുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ ഏറ്റവും നമ്പർ 1 ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ കമ്പനിയിലൊക്കെ ഓരോ മാറ്റങ്ങൾ, ഓരോ അവാർഡുകൾ ഒക്കെ കമ്പനിക്ക് കിട്ടുമ്പോഴൊക്കെ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി, നമുക്കത് അഭിമാനിക്കാമല്ലോ. അതേപോലെ ചെയ്യുന്ന മേഖലയിലായിക്കോട്ടെ, ചില ആളുകൾ തറവാടിത്തവുമായി ബന്ധപ്പെട്ടൊക്കെ അഭിമാനം നടിക്കാറുണ്ട്. പിന്നെ പ്രശംസയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഇതിന്ന് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ അധികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ കാരണവന്മാരെ പോലെ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സിഇഒ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ MD ഒക്കെ പോലെ ഒരുപാട് അധികാരവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ സമയം സുഖകരമായി പോക്കുക. നമുക്കൊരു സമയം നമുക്കറിയാം, മുമ്പ് കാലത്തൊക്കെ അന്നും 24 മണിക്കൂർ ഉണ്ടായിരുന്നു, ഇന്നും 24 മണിക്കൂറുണ്ട്. പക്ഷേ ഇന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഇതിൽ പ്രായം ചെന്ന ആളുകളുണ്ട്, ഇസ്മായിൽ സാറെ പോലൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പും ഒക്കെ സമയം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ സമയം പോകാൻ വേണ്ടിയിട്ട് ആളുകൾ പ്രയാസപ്പെട്ടിരുന്നു. സമയം പോകുന്നില്ല. ഇന്നൊക്കെ സമയം വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാം, എന്നുവെച്ചാൽ എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇന്നൊക്കെ ഒരുപാട് വർക്ക് എടുക്കണം, അല്ലെങ്കിൽ ഒരുപാട് പേരെ കാണണം, അല്ലെങ്കിൽ മറ്റുള്ള വേറെ എന്തെങ്കിലും ചെയ്യണം, ഇന്ന സ്ഥലത്ത് പോകണം, ഇത്ര ടൈമിൽ വന്നിട്ട് വേറെ ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടോ. പക്ഷെ അപ്പോഴത്തേക്കും സമയം അതിക്രമിച്ചിട്ടുണ്ടാവും. സമയം വളരെ ഫാസ്റ്റാണ്. അപ്പോൾ അന്ന് നമുക്ക് ഒരുപാട് ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു തലമുറയാണ് നമ്മൾ. അപ്പം നമുക്കന്ന് അറിയായിരുന്നു വെച്ചാൽ മൊബൈൽ പോലും കണ്ടുപിടിച്ചിട്ടില്ല, മൊബൈൽ വന്നിട്ടില്ല. അന്ന് ഏറമല്ല, അതുമല്ല ഗൾഫിലൊക്കെ പ്രവാസികൾ പോയി കഴിഞ്ഞാൽ 14-15 ദിവസം എടുക്കും ഇവിടുന്ന് ഒരു ലെറ്റർ അയച്ച് അതിന് മറുപടി എത്താൻ. അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ ഇടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു ടെക്നോളജിയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്നിട്ട് പോലും നമുക്കൊന്നും സമയം തികയുന്നില്ല. അന്ന് കാലത്ത് ജീവിച്ചിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും, അതേപോലെ യാത്ര ചെയ്തിട്ട് വേണം, അന്ന് വാഹനങ്ങൾ കുറവായിരുന്നു, യാത്ര ചെയ്തിട്ട് വേണം നമ്മളെ വിവരങ്ങൾ അവരെ പോയി അറിയിക്കാൻ. അപ്പൊ അന്ന് ടെക്നോളജി ഇല്ലെങ്കിലും കൂടിയിട്ട് നമുക്ക് അന്ന് എന്നിട്ടും നമുക്ക് സമയം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സമയം കുറവാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ കാലഘട്ടമായി വന്നിട്ടുണ്ട്. അപ്പൊ സമയം സുഖകരമായി പോക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യക്തി കിട്ടുന്ന വലിയൊരു സന്തോഷമാണ്. ചില അവരുടെ ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ടും, പിന്നെ ഭക്ഷണം കൊണ്ടും, പാർപ്പിടം കൊണ്ടും, അതുമാതിരി നല്ല അടിപൊളി വീട് കൊണ്ടും ഒക്കെ ഇതിൽ കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം സമയം സുഖമായി പോകുമ്പോൾ അവർക്ക് നല്ലൊരു സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ ആ സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ട്. അവർക്ക് സന്തോഷം ഉണ്ടാവില്ല. അതല്ലാതെ കുറേ നമ്മൾ AC റൂമിൽ ഇരുന്നിട്ട് അങ്ങനെ തണുപ്പ് കൊണ്ടിട്ടും അതിൽ ടൂറിലും മാത്രമല്ല, നമ്മളൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ഒരു അഭിമാനം, ഒരു സന്തോഷം, ഒരു നിർവൃതി, അതൊരു വേറെ തന്നെ അല്ലേ. അതേപോലെ തന്നെ സ്വാതന്ത്ര്യമൊക്കെ വലിയൊരു സംഭവമാണ്. നമ്മൾ ഇതിലൊക്കെ കിട്ടുന്ന ഏറ്റവും നമ്മുടെ ജോലിയിൽ, നമ്മളെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന വലിയൊരു സംഭവമാണ് സ്വാതന്ത്ര്യം, അല്ലെ. ഏത് ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം കിട്ടുക? അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് വ്യക്തമായിട്ട് നമ്മളൊന്ന് എഴുതി വെക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ഹീൽ യുവർ ബോഡി. കണ്ടോളൂ, ഹീൽ യുവർ ബോഡി. ഇതിൽ ഒരുപാട് നമ്മളെ മനസ്സും ശരീരവും രോഗവുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. എനിക്കൊന്ന് മേടിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ്, നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, രോഗങ്ങൾ ഭൂരിഭാഗവും മനോജന്യങ്ങളാണെന്നാണ് മനഃശാസ്ത്രം. അത് നമുക്കറിയാം, രോഗങ്ങൾ പരിപൂർണമായിട്ട് 100% എന്തല്ല, ശാരീരികമല്ല, മാനസികമായിട്ടുള്ള ചില രോഗങ്ങൾ, ചില ചിന്തകൾ, ചില നെഗറ്റീവ് തോട്ടുകൾ, ഇതൊക്കെ ഇതിൽ ഈ രോഗങ്ങൾക്ക് കാരണമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ശാരീരികമായ രോഗങ്ങൾക്ക് പിന്നിൽ എന്തുണ്ട്? മനസ്സിനൊരു പങ്കുണ്ട്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ലൂയി ഹേ പറയുന്നു, മറ്റുള്ളവരോടുള്ള വെറുപ്പ്. നമുക്ക് സ്വാഭാവികമായിട്ട് ചിലരുടെ വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരോട് അടങ്ങാത്ത വെറുപ്പ് ആ ഒരു വ്യക്തിയിൽ ക്യാൻസർ എന്ന രോഗം ഉണ്ടാക്കാൻ കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യനോട് എന്തെങ്കിലും ചില സാഹചര്യങ്ങളിൽ, എന്തെങ്കിലും വല്ല സംസാരങ്ങളിലോ, അല്ലെങ്കിൽ ഇടപാടുകളിലോ, അല്ലെങ്കിൽ ചില വ്യക്തിബന്ധങ്ങളിലോ, അല്ലെങ്കിൽ വല്ല കുടുംബ ബന്ധങ്ങളിലോ ഒക്കെ പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു വെറുപ്പ്, അത് ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്.
പക്ഷെ ഇത് നമ്മൾ ചിന്തിക്കണം, ഈ ക്യാൻസർ ഉണ്ടായ ആളുകൾ, വന്നിട്ടുള്ള ആളുകൾ എല്ലാം ഇതല്ല. അത് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. ഇത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില പഠനങ്ങളാണത്. അപ്പൊ ചില വ്യക്തികളിൽ സ്വഭാവവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിനൊരു കാരണമായിട്ട് വരുന്നുണ്ട്. എന്നാ പിന്നെ ക്യാൻസറിന് വേറെ ഒന്നും വേണ്ട. ഇന്ന് നമുക്ക് കിട്ടുന്ന വിപണിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ മതി. സ്മോക്കിംഗ് കൂടുതലായി കഴിഞ്ഞാൽ ക്യാൻസർ വരുന്നില്ലേ? പലതരത്തിലും ഒന്നും വേണ്ട, ചായപ്പൊടി കൂടുതൽ, ചായ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ലിവർ കംപ്ലൈന്റ് ആയി പോകുന്നു. പലതരത്തിലുള്ള അസുഖങ്ങൾക്ക്, കുടലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ ഒറ്റ പ്രൊഡക്റ്റോ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ കെമിക്കൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചിന്തിക്കരുത് എന്താ വെച്ചാൽ ഇന്നത് കൊണ്ട് ഇന്ന അസുഖം, ഇന്ന കാരണം കൊണ്ട് ഇയാൾക്ക് ഇന്നത് കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പല രീതി അസുഖങ്ങൾ വരാൻ പല വഴികളുണ്ട്. അതായത് മനഃശാസ്ത്ര രോഗവുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങളാണെന്ന് നമ്മൾ ഗ്രഹിക്കണം. എന്നാൽ പിന്നെ ചില വ്യക്തികൾ എടുക്കുമ്പോൾ അവരുടെ സ്വഭാവം ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത വളരെ ഏറെയാണ്. ഭയവും കുറ്റബോധവും. നമുക്ക് ചില ആളുകൾക്ക് ഒരു പേടി, ഉൾഭയം, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം. ഈ ഭയവും കുറ്റബോധവും ഇവർക്ക് അതേമാതിരി മറ്റുള്ളവരോട് ഇതുമായി കാരണപ്പെട്ടു വരുന്ന ചില ആളുകൾക്ക് ഉറക്കമില്ലായ്മക്ക് കാരണമാകുന്നു ഈ ഭയവും കുറ്റബോധവും. ചില ഉറക്കം നഷ്ടപ്പെട്ടു പോവുക. എനിക്ക് ഒട്ടും ഉറക്കമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. കിടന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, അവരെണീറ്റ് നടക്കുക, മനസ്സിലൊരു അസ്വസ്ഥത, ബുദ്ധിമുട്ട്. അപ്പൊ ഉറക്കമില്ലായ്മക്ക് നമ്മൾ എന്തെങ്കിലും വല്ല പേടിപ്പെടുത്തുന്ന വല്ല ചിന്തകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല തെറ്റുകൾ ചെയ്തിട്ടുള്ള കുറ്റബോധം കൊണ്ട്, ഇതൊക്കെ ചില വ്യക്തികൾ കാണുന്ന സംഭവങ്ങളാണ്. ഒട്ടും ഉറക്കമില്ലാത്ത ഒരവസ്ഥ. ഉറക്കമില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ പിന്നെ എന്താവും? പിന്നെ ഇവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് കണ്ടുവരുന്ന സംഭവമാണ്. അതേപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ട ദേഷ്യം മൂത്രക്കല്ലിന് കാരണമായേക്കാം. അടിച്ചമർത്തപ്പെട്ട ദേഷ്യം എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ദേഷ്യം വരിക, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചു നിർത്താൻ ക്ഷമിക്കാൻ കഴിയാത്തൊരവസ്ഥ. ദേഷ്യം വലിയൊരു ഡേഞ്ചർ ഉണ്ടാക്കുന്ന സംഭവം എന്താ വെച്ചാൽ ഒരുപാട് വ്യക്തി ബന്ധങ്ങളെ അല്ലെങ്കിൽ ഫാമിലി കുടുംബ ബന്ധങ്ങളൊക്കെ കീറി മുറിക്കുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട്. അത് അടിച്ചമർത്തപ്പെട്ട ദേഷ്യം തന്നെ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്, വലിയൊരു വിഷയമാണ്. നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് അതുകൊണ്ടൊരു കാര്യമല്ല. അത് വെറുതെ നമുക്ക് പിന്നീട് ഒരു കുറ്റബോധത്തിലേക്കും പിന്നീട് ഒരു മാപ്പ് പറച്ചിലേക്കിലൊക്കെ അവസാനിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അത് നമുക്ക് നമ്മുടെ ദേഷ്യത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ല. നമ്മളൊരു മനുഷ്യനല്ല എന്നാണ് അവിടെ നമ്മൾ കരുതേണ്ടത്. എന്ന് വെച്ചാല് ദേഷ്യത്തെ അടക്കി നിർത്തുന്നവനാണ് ഏറ്റവും വലിയ ശക്തിമാൻ. നമ്മൾ പറയാം ശക്തിമാൻ എന്ന് പറഞ്ഞാലും പടക്കളത്തിലൊക്കെ പിന്നെ വിജയം വരിക്കുന്നവർ, അല്ലെങ്കിൽ വലിയ സിക്സ് പാക്ക് ഒക്കെ ഉള്ള ആളുകൾ അല്ലെ, പിന്നെ ജിംനാഷ്യത്തിലൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ആ ആരോഗ്യം കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശക്തി, അല്ലെങ്കിൽ നല്ല വെയിറ്റുകൾ 300 400 ഒക്കെ വെയിറ്റ് പൊക്കുന്ന ആളുകൾ ഒക്കെ നമ്മൾ ധരിക്കും. പക്ഷെ അതൊന്നുമല്ല. ഏറ്റവും നല്ല ശക്തിമാൻ എന്ന് പറഞ്ഞാല് നമുക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ ക്ഷമിപ്പിക്കാനുള്ള ഒരു കഴിവ്, ആ ഒരു തിരിച്ചറിവ് ഒരു വ്യക്തിയിലുണ്ടോ, അദ്ദേഹത്തിന് ജീവിതത്തിൽ വിജയിക്കും. ജീവിതത്തിൽ നല്ല അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധങ്ങളിലും ഫാമിലി ബന്ധങ്ങളിലും ഫ്രണ്ട്ഷിപ്പ് ബന്ധങ്ങളിലും ചെയ്യുന്ന പ്ലാറ്റ്ഫോമിലൊക്കെ അദ്ദേഹത്തിന് അത്യുന്നതങ്ങളിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതാണ്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ആർജിച്ചെടുക്കണം. അങ്ങനെ ഇല്ലെങ്കിലും നമുക്ക് എന്താവും? നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളിൽ നമ്മൾ അടിമപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മൂത്രക്കല്ലിന് പ്രശ്നം വരും. മൂത്രക്കല്ലിന് പ്രശ്നം വരാൻ കിഡ്നിയുടെ പ്രവർത്തനമാണ് അവിടെ വരുന്നത്. കിഡ്നി നമുക്കറിയാം, ഒരു കിഡ്നിയിൽ 10 ലക്ഷം അരിപ്പ വരുന്നുണ്ട്. അങ്ങനെ ഒരു ജോഡി 2 കിഡ്നിയിൽ 20 ലക്ഷം അരിപ്പകൾ വരുന്നുണ്ട്. ഈ അരിപ്പകളിലാണ് ഈ സ്റ്റോൺ കൂടാൻ കാരണം നമ്മൾ കാൽസ്യം പ്രോട്ടീനൊക്കെ കൂടുതൽ ചെല്ലുമ്പോഴാണ് ഇത് സ്റ്റോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, യൂറിക് ആസിഡ് എന്നൊക്കെ. അപ്പൊ പ്രോട്ടീൻ പ്രോട്ടീൻ ശരീരത്തിൽ വേണം. നോർമലും കൂടുതൽ കഴിക്കുമ്പോഴാണ് നമുക്കതൊക്കെ വ്യത്യാസം വരുന്നത്. അപ്പോഴാണ്. എന്നാൽ പിന്നെ ചില ശരീരങ്ങളിലാണ് ഈ കാൽസ്യം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചില ശരീരത്തിന് പ്രശ്നമില്ല. അപ്പൊ ചില ശരീരത്തിനും അതിൻ്റെതായിട്ടുള്ള ഘടനകൾ ഉണ്ടായാലും വ്യത്യാസങ്ങളുണ്ട്. ഒരു ഫാമിലിയിൽ തന്നെ, ഒരു കുടുംബത്തിൽ തന്നെ എല്ലാവർക്കും മൂത്രക്കല്ല് വരുന്നില്ല. അപ്പൊ ചില ശരീരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അതിന് ചിലപ്പോൾ തന്നെ അവരുടെ മനസ്സും കൂടി അതിൽ പങ്കാളികളാവുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വല്ല അസുഖങ്ങൾ വരാം. എന്നുവെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ് ശരീരം പ്രവർത്തിക്കുന്നത്. നമുക്കത് അറിയില്ല. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ആന്തരിക അവയവങ്ങളിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പൊ ഒരാള്
രാത്രിയിൽ സഞ്ചരിക്കുന്ന ഒരാൾ കാലിൽ എന്തോ തട്ടി, അദ്ദേഹം ധരിച്ചത് പാമ്പാണെന്നാണ്. ചെറിയ മുറിവ് കണ്ടു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ നമ്മള് ഇന്ന സാധനമാണ് കടിച്ചതെങ്കിൽ അതിനുള്ള വെനം നമ്മളെ ശരീരം ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു വിഷത്തെ തടയാനുള്ള ആ വെനം നമ്മുടെ ശരീരത്തിലുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെയ്യും. അത് വരുമ്പോ ഈ ഒരു വിഷം നമ്മുടെ ശരീരത്തിലില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വലിയ ദോഷം ചെയ്യും. പിന്നീട് ആ വ്യക്തി മരണപ്പെട്ടു ഉണ്ടായത്. ഈ അന്വേഷണത്തിലാണ് പാമ്പ് കടിച്ചിട്ടില്ലെന്ന് വന്നത്. പക്ഷെ നമ്മൾ ധരിക്കുകയാണ്, നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരി അതിനനുസരിച്ച് കുറവ്. ഇപ്പൊ ഒരാൾ പുളി കഴിക്കുകയാണ്, ഒരാൾ പുളി കഴിച്ചുകൊണ്ടിരിക്കും, നല്ല പുളിയുള്ള നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ്. അത് കണ്ടു നിൽക്കുന്ന ആള് എന്താ, അത് അതിനനുസരിച്ചുള്ള എൻസൈമുകൾ, രാസപദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കുന്നു. അത് ഇത് ലിവറിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത്. ലിവറാണ് നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ദഹിപ്പിക്കണമെങ്കിൽ പിന്നെ അവിടെ ഏത് രാസപദാർത്ഥം പുറപ്പെടുവിക്കണം, ഏത് പിന്നെ ആസിഡ് പുറപ്പെടുവിക്കണം എന്നൊക്കെ ലിവറാണ് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ കാണുകയാണ് പുളി, ആ പുളിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു രാസപദാർത്ഥങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഈ വ്യക്തി വെള്ളം ഇറക്കുന്നു, കണ്ടു നിൽക്കുന്ന ആൾ വെള്ളം ഇറക്കുന്നു. നമ്മൾ പറയില്ലേ, അപ്പൊ പിന്നെ നിന്റെ വയറ് വീർക്കുമൊക്കെ പിന്നെ കൊതി കൂടും, വയറ് വീർക്കും എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും വയറ് വീർക്കുന്നതും കൊതി കൂടുന്ന കണ്ടു നിൽക്കുന്ന ആൾക്കാർ പ്രശ്നം വരുന്നത്, കഴിക്കുന്ന ആൾക്കല്ല. അദ്ദേഹമാണ് അതിനനുസരിച്ചുള്ള എൻസൈമുകൾ പുറപ്പെടുവിക്കുന്നത്, അദ്ദേഹം അറിയുന്നില്ല. അപ്പൊ ഇത് ആമാശയത്തിലോട്ട് ചെല്ലുമ്പോൾ ഇതിനനുസരിച്ചുള്ള ഭക്ഷ്യപദാർത്ഥം അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ആമാശയത്തിന് പ്രശ്നം വരികയാണ്. അവിടെ ആസിഡാണ് അവിടെ പുറപ്പെടുവിക്കുന്നത്. ഇതിൽ ആമാശയത്തിൽ വീര്യം കൂടിയ ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നല്ല വീര്യം കൂടിയതാ. അതാണ് നമ്മൾ ഹെവി ഫുഡുകൾ കഴിക്കുമ്പോൾ ദഹിപ്പിക്കുന്നത്, ഈ ഒരു ആസിഡാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ നമ്മൾ വിരുദ്ധ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഓരോന്നിനും പാട്ടായിട്ട് മാറ്റി വെച്ചിട്ടാണ് ദഹനം നടക്കണമെങ്കിൽ ഒരുപാട് റിസ്ക് നമ്മൾ ആമാശയം എടുക്കുന്നുണ്ട്. ആമാശയം ലിവർക്ക് ഒരുപാട് മനുഷ്യ ശരീരത്തിൽ 500ഓളം ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നില്ലേ, പറയാറില്ലേ. അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങൾ ഒരു അവയവം ചെയ്യുമ്പോൾ ആ ഒരു അവയവം മുടങ്ങിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ടുള്ള ഭോജനത്തിലൂടെ അത് മുടങ്ങിക്കിടക്കുമ്പോൾ ശരീരത്തിന് കിട്ടേണ്ട ധർമ്മങ്ങൾ അവിടെ എന്താണ്, സ്റ്റോപ്പായി പോവുകയാണ്. അപ്പൊ മറ്റുള്ള അവയവങ്ങൾക്ക് പ്രശ്നം വരും. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് വീർത്തിരിക്കുന്നതും ഗ്യാസ് ഫോം ചെയ്യുന്നതും അൾസർ, അസിഡിറ്റി, പൈൽസ് പോലത്തുള്ള പല തരത്തിലും, അതേപോലെ കുടലിനൊക്കെ ബാധിക്കുന്ന വലിയ മാരകരോഗങ്ങളിലൊക്കെ കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് വരാനുള്ള കാരണങ്ങൾ എന്താ, നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ശരീരം നല്ലൊരു ആരോഗ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പറഞ്ഞു വരുന്നത് വെച്ചാൽ അമിതമായിട്ടുള്ള ദേഷ്യം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മളിൽ പിന്നെ നമുക്ക് ആരെങ്കിലും അതിനെ നമുക്ക്, ഇപ്പൊ ഞാനായാലും നമ്മൾ ആര് സുഹൃത്തുക്കളായാലും വ്യക്തിബന്ധങ്ങളായാലും ഫാമിലി ബന്ധങ്ങളായാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓർഗൻസിനെ നല്ല രീതിയിൽ മുൻപന്തിയിൽ എത്തിക്കാനും നമുക്ക് സാധിക്കും. ചില ആളുകൾ അമിതമായിട്ടുള്ള ഭയം, അതേപോലെ അതിനെ നിയന്ത്രിക്കാനുള്ള മനോഭാവം, ഭയവും എല്ലാവരെയും നിയന്ത്രിക്കണമെന്ന ഒരു മനോഭാവം. ചില കൂട്ടുകുടുംബങ്ങളൊക്കെ ഉള്ള ചില കാരണവന്മാര് ആ ഒരു കുടുംബത്തെ കംപ്ലീറ്റ് നിയന്ത്രിച്ചുകൊണ്ട് മുമ്പ് കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ കാലഘട്ടം ജനറേഷനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. സ്വന്തം ചെറിയ അണുകുടുംബങ്ങളിൽ പോലും മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതാണ് ഒരു വലിയൊരു സമൂഹത്തെ, അല്ലെങ്കിൽ ഒരു വ്യക്തി, വലിയൊരു ഒരു ബറ്റാലിയന്, അല്ലെങ്കിൽ ഒരു ടീം, അല്ലെങ്കിൽ ഒരു ചെറിയ ഫാമിലി, ഇതിലൊക്കെ അമിതമായിട്ട് നമുക്ക് ഭയപ്പെടുകയാ, അതേപോലെ തന്നെ അവരെ നിയന്ത്രിക്കുക, അനിയന്ത്രിതമായിട്ട് നിയന്ത്രണം. ഇതൊക്കെ എന്താ വെച്ചാല് നമ്മുടെ വിറയൽ രോഗം, വിറയൽ മീൻസ് പാർക്കിസൺസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. വിറയൽ കയ്യ്, തല, കാല്, അല്ലെങ്കിൽ ശരീരം മൊത്തത്തിലൊക്കെ വിറയൽ രോഗം ബാധിക്കാറുണ്ട്. ഇതൊക്കെ ബ്രെയിന് ന്യൂറോവുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ. അത് അതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് ഡീപ്പായിട്ട് പോകാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പാർക്കിസൺസ് രോഗം വരാൻ അതൊരു കാരണമാണ്. നമ്മൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിനെ ബാധിക്കുന്ന രോഗവും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ അമിതമായിട്ടുള്ള ഭയം, അതേപോലെ മറ്റുള്ളവരെ അടക്കി ഭരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ വരുന്ന ആളുകളിലാണ് കൂടുതലും ഇത്തരത്തിലുള്ള രോഗം. പക്ഷെ ഇതിനെ ഈ പാർക്കിൻസൺസ് തന്നെ പാരമ്പര്യമായിട്ട് വരുന്നവരുണ്ട്. പാരമ്പര്യമായിട്ട് പിന്നെ അപ്പക്കുണ്ടാവാം, മക്കൾക്ക് ഉണ്ടാവാം. അപ്പൊ പിന്നെ അല്ല അമ്മക്ക് ഉണ്ടാവില്ല, മക്കൾക്ക് കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ മാമന്മാരിൽ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ പാരമ്പര്യമായിട്ട് വരുന്നവരുണ്ട്. ജ്യേഷ്ഠ അനുജന്മാരിൽ കണ്ടിന്യൂ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ രോഗങ്ങൾ. അപ്പൊ അത് പാരമ്പര്യമായിട്ട് വരുന്ന രോഗങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം ഇന്ന ഒരു കാരണം കൊണ്ടാണെന്ന് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ കുട്ടികൾ വേണ്ടെന്നുള്ള തീരുമാനം, ചില കല്യാണം കഴിഞ്ഞാൽ നമുക്കൊരു 5 വർഷത്തിനേക്ക് അല്ലെങ്കിൽ 3 വർഷത്തിന് കുട്ടികൾ വേണ്ട എന്നുള്ള തീരുമാനം വന്ധ്യതക്ക് കാരണമായേക്കാം. അപ്പൊ അതിന് നമ്മൾ കൃത്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ എന്താക്കാം, നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണത്. നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ശരീരത്തിന് ആന്തരിക അവയവങ്ങൾ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ. ഇന്നും മനുഷ്യ ശരീരം വലിയൊരു അത്ഭുതമാണ്. സയന്റിസ്റ്റുകളായ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ, നല്ലൊരു അത്യുന്നതനായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ
അവരെ ചിന്താഗതിയിൽ മനുഷ്യന്റെ ജീവിതത്തും അതിന്റെ പ്രവർത്തനങ്ങളും എന്നും ഡോക്ടേഴ്സിന്റെ ചിന്തയിൽ വലിയൊരു അത്ഭുതമാണ്. ഇത് എങ്ങനെ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു അവർക്ക് പോലും സത്യത്തിൽ അറിയാൻ പറ്റിയിട്ടില്ല. പ്രശസ്തനായിട്ടുള്ള നമ്പർ 1 ഡോക്ടർ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇന്നും ഞങ്ങൾക്ക് പരിപൂർണമായിട്ട് മനുഷ്യന്റെ പ്രവർത്തനം ഏത് രീതിയിൽ പ്രവർത്തിക്കും ഇന്നും അത്ഭുതമാണ് അവർക്ക്. അതേപോലെ തന്നെ മനുഷ്യ ശരീരത്തിലുള്ള ഞരമ്പുകൾ, വെയിനുകൾ ഭൂമി ലോകം 2 തവണ ചുറ്റിക്കഴിഞ്ഞാലും പിന്നീടും ബാക്കി ബാലൻസ് എന്നാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത്. 96,000 കിലോമീറ്റർ ആണ് ടോട്ടൽ നമ്മൾ ഭൂമി ലോകം കംപ്ലീറ്റ് ചെയ്യുക. അതൊക്കും കൂടുതൽ വെയിനുകൾ ഒരു മനുഷ്യ ശരീരത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. മറ്റുള്ള ജീവജാലങ്ങളിൽ ഇത്ര പ്രത്യേകത ഇല്ല. അപ്പൊ മനുഷ്യന് ഒരുപാട് ഗുണഗണങ്ങൾ വളരെ ഇതിലാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നും നമുക്ക് അത് അജ്ഞാതമാണ് ചില പ്രവർത്തനങ്ങൾ. അതാണ് ചില അസുഖങ്ങളെ കുറിച്ച് ഇന്നും മെഡിസിൻ പോലും കണ്ടെത്താത്തതൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ്. എത്രയോ രോഗികൾ മരണപ്പെടുന്നു. ഈ ഡോക്ടർക്കും അറിയില്ല ഇയാൾ എന്ത് അസുഖം വന്നിട്ടാണ് മരണപ്പെടുന്നതെന്ന്. ഈ സാധു രോഗിക്കും അറിയില്ല എന്ത് അസുഖം വന്നിട്ടാണ് ഞാൻ മരണപ്പെടുന്നത്. ഈ രോഗിക്കും അറിയില്ല, ഡോക്ടർക്കും അറിയില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ആരൊക്കെ വിളിക്കാലോ വിളിച്ചോളൂ, ആരൊക്കെ കാണിക്കാലോ കാണിച്ചോളൂ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഘട്ടം വരില്ലല്ലോ. അപ്പൊ എന്താണ് ഇതിന് കാരണമെന്ന് അവരുടേതായ ഭാഷയിൽ യുക്തിയിലോട്ടൊക്കെ അവർ സംസാരിച്ച് പോക്കുന്നതാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നപ്പോ അതിന് വേണ്ട രീതിയിലുള്ള റിസർച്ചുകൾ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾക്ക് സമയമില്ല. ഇന്നും കൂടുതൽ റിസർച്ച് നടത്തുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ പുതിയ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ കുട്ടികൾ വേണ്ട എന്ന ഒരു തീരുമാനം വന്ധ്യത ഉണ്ടാക്കുമെന്നും കുട്ടികളെ കരയാൻ അനുവദിക്കാതിരുന്നാൽ അത് വിക്ക് വന്നേക്കാമെന്നും പറയുന്നുണ്ട്. കരയുന്ന കുട്ടികളെ കരയല്ലേ എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്താറില്ലേ, മിണ്ടരുത്, ഒച്ച വെക്കല്ലേ. അപ്പൊ കരയാൻ കൊണ്ടുവന്നിട്ട് ആ ഒരു ടെൻഡൻസിയെ നമ്മൾ അടിച്ചമർത്തുന്ന ആളുകളുണ്ട്. മിണ്ടിപ്പോകരുത്. അപ്പൊ ആ കുട്ടി എന്ന് വെച്ചാൽ ആ സൗണ്ടും ആ ഒരു വിഷമം പ്രയാസം ഉള്ളിലോട്ട് കടത്തിവിടുക ചെയ്യുന്നത്. അത് പിൽക്കാലത്ത് വിക്ക് എന്ന രോഗം ഉണ്ടാക്കാൻ സംസാരിക്കാനുള്ള ചില അക്ഷരങ്ങൾ കിട്ടാനുള്ള ഒരു പ്രയാസം സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുന്ന ആ ഒരു പ്രോബ്ലംസ്. അപ്പൊ വിക്ക് വരാൻ ഇങ്ങനെ ഒരു കാരണങ്ങൾ വരുന്നുണ്ട് എന്ന് മനഃശാസ്ത്ര കൗൺസിലിംഗ് വിഭാഗങ്ങൾ പറയുന്നുണ്ട്. പ്രതികാര മനോസ്ഥിതി ക്ഷയരോഗം ക്ഷണിച്ചു വരുത്തും എന്നേക്കുമെന്നും പറയുന്നുണ്ട്. എന്നുവെച്ചാല് പ്രതികരിക്കാനുള്ള ഒരു പ്രയാസം ചില ആളുകൾക്ക്. അമിതമായിട്ട് പ്രതികരിക്കുക, വളരെ സൗണ്ടൊക്കെ ഇട്ടിട്ട്, നമുക്കറിയാം വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. അവരിലൊക്കെ ചില ആളുകളൊക്കെ ചുമ വന്നിട്ട് പല അസുഖങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അത് ക്ഷയരോഗത്തിന് കാരണമാക്കുമെന്ന് പറയുന്നുണ്ട്. അമിതമായിട്ട് വേണ്ടതിനും വേണ്ടാത്തതിനും പ്രതികരിക്കുക. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ ശ്വാസകോശത്തിന് ഇതിന് പങ്കുണ്ട്. നമ്മൾ തൊണ്ട നാളത്തിനൊക്കെ ശ്വാസനാളത്തിനൊക്കെ വലിയൊരു പങ്ക് അതിൽ വരുന്നുണ്ട്. പിൽക്കാലത്ത് എനിക്കറിയാം സൗണ്ട് പോയ ആളുകളൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതല്ല എന്ന് നമ്മൾ ധരിക്കുകയും വേണം. ഓരോ അസുഖത്തിനും അതിൻ്റെതായിട്ടുള്ള പല തരത്തിലെ കാരണങ്ങൾ വന്നേക്കാം. പിന്നെ അതേപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള കുറ്റബോധം, മറ്റുള്ളവരെ ചീത്ത പറയലും ലൈംഗിക രോഗം വരുത്തിയേക്കുമെന്നും പറയുന്നുണ്ട്. അപ്പൊ ലൈംഗികമായിട്ടുള്ള പല ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കടന്നു പോകുന്ന ആളുകൾ, സ്വന്തം തൊഴിലെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ലൈംഗിക രോഗങ്ങൾ വിളിച്ചു വരുത്താൻ സാധിക്കും. കാരണം നമുക്കറിയാലോ പലതരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെതായ എല്ലാ ഇതിൽ പറയുന്ന കാരണങ്ങൾ നമ്മൾ കുറെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾക്ക് ഉപരിയായിട്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഒരുപാട് നല്ല രീതിയിൽ സംശുദ്ധമായ രീതിയിൽ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ പോലെ എല്ലാ ഘടകങ്ങളും നമുക്ക് അടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് പറ്റും. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്നത് സമൂഹത്തിലാണ്, വലിയൊരു ഫാമിലിയിലാണ്. നമ്മളിലുള്ള സ്വഭാവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. റോൾ മോഡൽ എന്നൊക്കെ പറയില്ലേ, കുട്ടികളെ സ്വന്തം അച്ഛനെ കണ്ടിട്ടാണ് വളരേണ്ടത്, അച്ഛന്റെ സ്വഭാവത്തിനനുസരിച്ച്. അച്ഛൻ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതിൽ ഡബിളായിട്ട് അവര് പിൽക്കാലത്ത് പ്രവർത്തിക്കും. നമ്മൾ എന്താണ് കാണിച്ചു കൊടുക്കുന്നത് അതിനുപരിയായിട്ട് അവർ ഡബിളായിട്ട് അവരത് അവരുടെ ബ്രെയിനിലോട്ട് അവർ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ പ്രശസ്തമായിട്ടുള്ള ഡോക്ടർ 7 മണിയാവാറായിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നിങ്ങൾ മനസ്സും രോഗവും തമ്മിലുള്ള ബന്ധങ്ങൾ ഞാൻ പറയാൻ കാരണം. നമ്മളൊക്കെ പിന്നെ ഫീൽഡിൽ ഇറങ്ങുന്നവരാണ്, പല ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നവരാണ്. പല ഘട്ടങ്ങൾ പല രോഗങ്ങളുമായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്, അതിന് നമ്മൾ സാക്ഷിയാവാറുണ്ട്. പക്ഷെ എല്ലാം ഇതിന്റെ ഒരു കാരണം ആണ് എന്ന് ധരിക്കരുത്. ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ടാവാം, ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നുണ്ടാവാം, ജീവിത രീതിയിൽ നിന്ന് കിട്ടുന്നുണ്ടാവാം.
ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഇതിനൊക്കെ എന്ന് വെച്ചാൽ മനസ്സിനെയാണ് നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കേണ്ടത്. ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും അവർക്ക് ആശ്വാസ വാക്കുകൾ, നല്ല വാക്കുകൾ പറയുന്ന വ്യക്തിയെ കാണുമ്പോൾ ആ ആളുകൾക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ ഏതൊരു വ്യക്തിയിൽ നമ്മൾ കൂടുതലായിട്ട് സുഹൃത്ത് ബന്ധങ്ങൾ വളർത്തിയെടുക്കാനൊക്കെ നമുക്ക് അതൊരു കാരണമായിട്ട് വരും. നല്ലൊരു സ്വഭാവത്തിന് ഉടമയാവുക. നമ്മൾ ഫീൽഡൊക്കെ മറ്റുള്ളവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാതിരിക്കുക. നമ്മളൊക്കെ പല തരത്തിലുള്ള സ്വഭാവത്തിന് അടിമകളാവാം. പക്ഷെ അതിനൊക്കെ നമുക്ക് നല്ല നല്ല ഗുരുക്കന്മാരിൽ കിട്ടുന്ന നല്ല ക്ലാസ്സുകൾ, നമ്മളെ ബെന്നി സാറിൽ നിന്ന് പോലെയുള്ള സാറന്മാർക്ക് കിട്ടുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല ക്ലാസ്സുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഇതൊക്കെ ഒരുപാട് വ്യക്തികൾ നന്നായിട്ട് അവരുടെ വ്യക്തി ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പല സാറന്മാർ, പല ലീഡേഴ്സും പറയാറില്ലേ, ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു എന്റെ സ്വഭാവം, ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ആളായിട്ട് മാറി, അതിന് കാരണക്കാരൻ എൻ്റെ ആ സാറാണ്, ഈ സാറെന്നൊക്കെ പറയാറില്ലേ. എന്നെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടെത്തിച്ചുകൊണ്ടാണ് എന്നെ നല്ലൊരു വ്യക്തിയായിട്ട് മാറ്റിയെടുത്തത്. അവരെ ഒരുപാട് സമൂഹത്തിലും ഫാമിലിയിലും ഒക്കെ അവർ അത്യുന്നതങ്ങളിൽ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഒരു പക്കാ ഒരു കച്ചവടം മാത്രമല്ല, ഇതൊരു പക്ക ഒരു എന്താ ഒരു ആളുകൾക്ക് കൊടുക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവര് സാമ്പത്തികം മാത്രമല്ല നമുക്ക് കിട്ടുന്നത്, ആരോഗ്യം കിട്ടുന്നുണ്ട്, നല്ലതായിട്ടുള്ള ഒരു വ്യക്തി ബന്ധം ഉണ്ടാക്കാൻ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാനും അതുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ടില്ല അവരിലേക്കും ആ ഒരു സ്വഭാവം കൊണ്ടെത്തിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ നല്ലൊരു വ്യക്തികളായിട്ട് മാറാൻ, നമുക്ക് നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ.